വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ. ചാന്ദ്രദിന ക്വിസ് പാർട്ട് 1. എന്നാണ് ചാന്ദ്രദിനം? ജൂലൈ 21. എന്നാണ് ചാന്ദ്രദിനം? ജൂലൈ 21-നാണ് ചാന്ദ്രദിനം. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതാര്? നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതാര്? നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം? 22 ഒക്ടോബർ 2008. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. 2008 ഒക്ടോബർ 22-നാണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ഈഗിൾ എന്ന വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ചന്ദ്രന് ചുറ്റും കറങ്ങിയ ആളാര്? എഡ്വിൻ ആൽഡ്രിൻ. നീൽ ആംസ്ട്രോങ് ഇറങ്ങിയ വാഹനമായ ഈഗിൾ എന്ന വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ചന്ദ്രന് ചുറ്റും കറങ്ങിയ ആളാര്? എഡ്വിൻ ആൽഡ്രിൻ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8. സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണുള്ളത്. സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8. സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8. സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണുള്ളത്. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹം? ചന്ദ്രൻ. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹം ചന്ദ്രൻ. സ്വാഭാവിക ഉപഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ പ്രകൃതിദത്ത ഉപഗ്രഹങ്ങളിൽ വലിപ്പം കൊണ്ട് ചന്ദ്രൻ്റെ സ്ഥാനം? 5. സ്വാഭാവിക ഉപഗ്രഹങ്ങളിൽ വലിപ്പം കൊണ്ട് ചന്ദ്രൻ്റെ സ്ഥാനം 5. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത്? ചൊവ്വ. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ? ബുധൻ, ശുക്രൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ. ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്കാണ് ഉപഗ്രഹങ്ങളില്ലാത്തത്. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം? വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. വ്യാഴത്തിലാണ് വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം? ചന്ദ്രൻ. ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം ചന്ദ്രൻ. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം? നെപ്റ്റ്യൂൺ. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഗാനിമീഡ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം? സിറിയസ്. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം സിറിയസ്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം? ടൈറ്റൻ. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ആണ് ഭൂമിയുടെ അപരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ആണ് ഭൂമിയുടെ അപരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം? ഏപ്രിൽ 12. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ 12. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ 12. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം? സെലനോളജി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. സെലനോളജി എന്നാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം? 3,84,401 കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം 3,84,401 കിലോമീറ്റർ. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം?
8 മിനിറ്റും 2 സെക്കൻഡും. അങ്ങനെ സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 സെക്കൻഡും